പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള 3 എക്സാംസ് ആണ് KEAM, അതേപോലെ JEE മെയിൻസ്, JEE അഡ്വാൻസ് എക്സാം. ഇത് +2 എക്സാം എഴുതി നിൽക്കുന്ന കുട്ടികൾക്ക് ഈ KEAMനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു 1 month പ്ലസ് ഡേറ്റും JEE മെയിൻസിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുമോ? നമുക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻസ് എത്താൻ കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ അടിക്കുന്ന കുട്ടികളുണ്ടാവും. കാരണം കുറഞ്ഞ ദിവസമേ ഉള്ളൂ. നമ്മൾ ഡിലീറ്റഡ് പോർഷൻസ് അടക്കം കുറെ ടോപ്പിക്ക് പഠിക്കാത്തതുണ്ട്. ഓക്കെ, ഇനി കാര്യമായിട്ട് നമ്മൾ എൻട്രൻസ് ലെവലൊന്നും നമ്മൾ പ്രിപ്പറേഷൻസ് ഇല്ല. അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്, ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ആദ്യം നമുക്ക് KEAMനെ കുറിച്ച് സംസാരിക്കാം. KEAM നിങ്ങൾക്കറിയാം, കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, അതായത് കേരളത്തിലെ NIT-യും IIT-യും മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് KEAMന്റെ അണ്ടറിലാണ് പൊതുവിൽ നമ്മുടെ അഡ്മിഷൻ നടക്കുന്നത്. ഈ KEAM അതിന് വേണ്ടിയിട്ടാണ് KEAM എക്സാം ഉള്ളത്. ഈ KEAMന്റെ കീഴിൽ അറൌണ്ട് 140-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതിൽ 8000-ലധികം ഗവൺമെന്റ് സീറ്റാണുള്ളത്. പിന്നെ ബാക്കി അൺഎയ്ഡഡ് ആയിട്ടും പിന്നെ സെൽഫ് ഫിനാൻസിങ് പോലെയുള്ള പിന്നതാണുള്ളത്. ഡിഫറെന്റ് ബ്രാഞ്ചുകളുണ്ട്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് നമുക്ക് ആണ് നമ്മുടെ ബിടെക് എടുക്കുന്നുള്ളത്. ഇതിൽ നല്ല കോളേജുകളുണ്ട്, അതേപോലെ തന്നെ മോശം കോളേജുകളുണ്ട്. അപ്പോൾ നല്ല റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാം. നല്ല റാങ്കിലേക്ക് എങ്ങനെ എത്തും, എത്ര മാർക്കാണ് അതിന് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, KEAM മെയ് 17-നാണ് നമ്മുടെ എക്സാം. ഒരുപക്ഷെ അവസാനത്തെ ഓഫ്ലൈൻ എക്സാം ആയിരിക്കും ഈ ഒരു വർഷത്തെ 2023 എക്സാം എന്ന് പറയുന്നത്. ഇനി അതിന് ശേഷമുള്ള എക്സാം ഒക്കെ ഓൺലൈൻ ആവണം എന്നുള്ളതാണ് അതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ KEAM എങ്ങനെയാണ്, എത്ര പേപ്പറാണ്, എത്രയാണ് ക്വസ്റ്റ്യൻസ് വരിക, എത്രയാണ് നമുക്ക് മാർക്ക് വാങ്ങേണ്ടത് നോക്കാം. ഓക്കെ, KEAM 2 പേപ്പർ ആയിട്ടാണുള്ളത്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയാണ്. ഫിസിക്സിൽ 72 ക്വസ്റ്റ്യനും കെമിസ്ട്രിയിൽ 48 ക്വസ്റ്റ്യനും അടക്കം ടോട്ടൽ 120 ക്വസ്റ്റ്യൻ ആണ് പേപ്പർ 1-ൽ ഉണ്ടാവുക. പേപ്പർ 2-ൽ ഇതേപോലെ തന്നെ 120 ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അത് കംപ്ലീറ്റ്ലി മാത്സ് ആണ്. പേപ്പർ 2-ൽ ഫുള്ളി മാത്സ് ആണ്. ഓക്കെ, അങ്ങനെ പേപ്പർ 1-ഉം 2-ഉം കൂടി അടക്കം ടോട്ടൽ 240 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യന് 5 ഓപ്ഷൻസ് ഉണ്ടാകും. 1 ശരിയുത്തരവും 4 തെറ്റുത്തരമായിരിക്കും. മറ്റു എൻട്രൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 5 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക KEAMനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതിൽ 1 ശരിയാക്കി കഴിഞ്ഞാൽ 4 മാർക്കും, തെറ്റിക്കഴിഞ്ഞാൽ -1, 1 മാർക്ക് കുറയുകയും ചെയ്യും. ഈ രൂപത്തിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 240 × 4 ദാറ്റ് ഈസ് 960, 960 നമ്മുടെ KEAMന്റെ സ്കോർ വരിക. ഓക്കെ, എന്നാൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നടക്കുന്നത് KEAMന്റെ സ്കോർ മാത്രം നോക്കിയിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാം, +2ന്റെ മാർക്കിനും അതേപോലെ തന്നെ KEAMന്റെ സ്കോറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ബിടെക്കിന് അഡ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ +2-ൽ കിട്ടിയിട്ടുള്ള, +2 മാത്രം +1 അല്ല, +2-ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതിൽ കിട്ടിയിട്ടുള്ള സ്കോറിനെ 300-ലേക്ക് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ KEAMന് 960-ൽ കിട്ടിയിട്ടുള്ള സ്കോറിനെ 300-ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് രണ്ടും കൂടി സം ചെയ്തിട്ട് ടോട്ടൽ 600-ലാണ് നമ്മുടെ അവസാനം ഈ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അഡ്മിഷൻ നടക്കുക. ഓക്കെ, അപ്പൊ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. +2-ന് നമ്മളൊക്കെ ഏതായാലും കഴിഞ്ഞു പോയി. ഇനി നമുക്ക് എൻട്രൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ക്രാക്ക് ചെയ്യാൻ പറ്റുക. അതിനെങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഈ 960-ൽ എത്ര സ്കോറാ വേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മൾ +2-ലൊക്കെ നമുക്കറിയാം 90% മാർക്ക് എന്ന് പറയുന്നത് വലിയ മാർക്കല്ല അല്ലെ, 90% പോലും വലിയ മാർക്കല്ല. എന്നാൽ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പകരം 50%, 50% മാർക്ക് വരെ നല്ല മാർക്കാണ്, നല്ല സ്കോറാണ്. ഓക്കെ, ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഒരു +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് ഒരു 96, ഒരു 97 അല്ലെങ്കിൽ 96 എബോവ് സ്കോർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് ഈ KEAMന് ഒരു 450-ന്റെ മുകളിൽ ആണ് സ്കോർ ചെയ്യുന്നത് എങ്കിൽ സാധാരണ രീതിയിൽ ഒരു 3000 ബിലോ അല്ലെങ്കിൽ 2000 ബിലോ ഒക്കെ കേരള റാങ്ക് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടും എന്നർത്ഥം. ഓക്കെ, ഇനി ഒരു 98% ഒക്കെ 98 or above സ്കോർ ഉണ്ട് നമുക്ക് നമ്മുടെ പിന്നെ +2 സ്കോറിന്. അതേപോലെ തന്നെ KEAMന് നമുക്ക് അറൗണ്ട് ഒരു 500 above, 500 എന്ന് പറയുമ്പോൾ 960-ന്റെ പകുതിയേക്കാൾ കുറച്ച് കൂടുന്നേ ഉള്ളൂ. പകുതി എന്ന് പറയുമ്പോൾ 480 ആണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്കോറുള്ള ഒരു കുട്ടിക്ക് തന്നെ ചിലപ്പോൾ 2000 ബിലോ or 1000 ബിലോ ഒക്കെ റാങ്ക് വരും. ഓക്കെ, ഇത് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുന്നതിനനുസരിച്ചുകൊണ്ട് എല്ലാവർക്കും ടഫ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ മാർക്ക് നമുക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരില്ല. ക്വസ്റ്റ്യൻ എളുപ്പമാകുമ്പോൾ എല്ലാവർക്കും സിമ്പിൾ ആവും, അപ്പൊ കുറച്ചുകൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും. ഏതായാലും ഒരു 50% പ്ലസ് എന്ന് പറയുന്ന സ്കോർ തന്നെ നല്ല സ്കോറാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റൂല, വളരെ സിമ്പിൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പേപ്പറിനും ഉണ്ടാവുക. ഈ ഓരോ പേപ്പറും എക്സാം എന്ന് പറയുന്നത് നമുക്ക് 2.5 മണിക്കൂറാണ്, അതായത് 150 മിനിറ്റ് ആണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ആൻസർ ബബിൾ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റും 15 സെക്കൻഡുമാണ്. ഓക്കെ, അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 120 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 1 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് ആൻസർ ചെയ്ത് ബബിൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് മിക്കവാറും കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ സമയം കിട്ടൂല. അപ്പൊ അതിന് മാക്സിമൈസ് ചെയ്യാനാണ് നോക്കേണ്ടത്. ഇനിയുള്ള കുറഞ്ഞ ദിവസം കൊണ്ട് എങ്ങനെ ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു KEAM വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെവൽ എക്സാം ആണ്. KEAM വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെവൽ എക്സാം ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എത്രത്തോളം സിമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ NCERT-ൽ +1 +2 നമ്മൾ NCERT-ൽ ക്ലാസ് റൂമുകളിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് KEAM അതേപോലെ എടുത്തിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ് റൂമിൽ കൃത്യമായി ചെയ്ത് പരിചയമുള്ള ഒരു കുട്ടിക്ക് സുഖമായിട്ട് KEAM ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇനിയുള്ള ഒരു 1 മന്ത് പ്ലസ് ഡേയ്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ NCERT നിങ്ങൾ കൃത്യമായിട്ട് തെറവായിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അതിലെ സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും എക്സാമിന് ചോദിക്കുക. അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ അത്യാവശ്യം മാർക്ക് കയ്യിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ KEAM-ന് എസ്പെഷ്യലി മാത്സിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സിലബസിന്റെ പുറമെ എസ്പെഷ്യലി +1 മാത്സ് എന്നാണ് ചില ചാപ്റ്ററിൽ സിലബസിന്റെ പുറമെ NCERT-ന്റെ സിലബസിന്റെ പുറമെ ഉള്ള ടോപ്പിക് കൂടി എൻട്രൻസിന് വരാറുണ്ട്. ആ കാര്യങ്ങൾ കൂടി പ്രിപ്പയർ ചെയ്യേണ്ടിയുണ്ട്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക. ആ കാര്യം കൂടി കൂടുതൽ മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെ കഴിഞ്ഞാലും ഇതിനൊരു ഡിഫിക്കൽട്ടി ലെവൽ പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് തന്നെ 120 മാത്സിന്റെ ക്വസ്റ്റ്യനിൽ നിന്ന് വെറും 9 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ അല്ലെങ്കിൽ ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 5 to 10% മാത്രമാണ് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയുമാണ് KEAM-മായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ KEAM സുഖമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. KEAM ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ടാർഗറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ക്രാഷ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ക്രാഷ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്, ഓൺലൈൻ ആയിട്ടുണ്ട്. ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഓൺലൈൻ ആയിട്ട് കേരളത്തിലുള്ള ഏതെങ്കിലും മറ്റെവിടെയെങ്കിലും നിൽക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഇതുണ്ട്, പ്രോഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഡേ സ്കോളർ ആയിട്ട് നമ്മുടെ ക്രാഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നവർക്ക് ലേണിംഗ് ആപ്പിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലൂടെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടാർഗറ്റിന്റെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിന് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിന് കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. ആ ഷെഡ്യൂളിനനുസരിച്ചുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് നടക്കുന്ന സബ്ജക്റ്റുകൾ അത് ഏത് ചാപ്റ്റർ ആണോ ആ ചാപ്റ്ററിന്റെ റിവിഷൻ നിങ്ങൾക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യും. അതിന്റെ പുറമെയായിട്ട് നമ്മൾ ക്ലാസ് ഡിസ്കഷൻസ് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. എക്സാമിന് ചോദിക്കുന്ന ടൈപ്പോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസോ ആയിരിക്കും നമ്മളതിൽ പരിചയപ്പെടുത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന്റെ പുറമെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, ഈ രീതിയിലേക്കുള്ളതുണ്ട്. അത് ഓൺലൈൻ തന്നെ 2 രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് വിതൗട്ട് മെറ്റീരിയൽ, അതായത് ക്ലാസ് മാത്രം കാണാന്നുള്ള രൂപത്തിലേക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ജസ്റ്റ് 499 നമ്മുടെ അതിനുള്ളൂ. 499 രജിസ്ട്രേഷൻ ഫീ മാത്രമേ അതിനുള്ളൂ. ഓക്കെ, ഇനി വിത്ത് മെറ്റീരിയൽ ആണെങ്കിൽ 1999 ആണ്. നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ചുരുങ്ങിയ ദിവസം എങ്ങനെ ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് അത് ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതിലൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് JEE മെയിൻസ് ആണ്. JEE മെയിൻസിന് നമുക്ക് അധികം സമയമല്ല, വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ നമുക്ക് JEE മെയിൻസിനുള്ളൂ. ഓക്കെ, JEE മെയിൻസ് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, സെക്കൻഡ് ഫേസ് എക്സാം ആണ് നമുക്ക് തൊട്ട് മുമ്പിലുള്ളത്. ഓക്കെ, JEE മെയിൻസ് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, NIT-കളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് JEE മെയിൻസിന്റെ സ്കോറിനനുസരിച്ചുകൊണ്ടാണ്. രണ്ടാമത്തത് IIT-കളിലേക്ക് നടക്കുന്ന JEE അഡ്വാൻസ് എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ കൂടിയാണ് JEE മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, JEE മെയിൻസ് എക്സാം ഓൺലൈൻ ആണ്. അപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ട് പല ഷിഫ്റ്റുകളായിട്ടാണ്, 2 ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം ഉണ്ടാവുക. ഓക്കെ, അത് ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്കായിരിക്കും അത് എന്ത് ചെയ്യാൻ പറ്റുക, അത് എഴുതാൻ പറ്റുക. ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടിയുണ്ട്. ഓക്കെ, JEE മെയിൻസ് KEAM-നെ പോലെയല്ല, കുറച്ചുകൂടി ഒരു ആവറേജ് ലെവൽ എക്സാം ആണ്, കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള എക്സാം ആണ്, ഒരു ആവറേജ് ലെവൽ എക്സാം എന്നൊക്കെ പറയാം. ഓക്കെ, JEE മെയിൻസിന് 25 ക്വസ്റ്റ്യൻസ് വീതമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മൂന്നിനും 25 വീതം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 സെക്ഷൻ ആയിട്ടാണ്. സെക്ഷൻ 1-ൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഏത് കുട്ടിക്കും എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും 20 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും.
സെക്ഷൻ ബിയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ സെക്ഷൻ ബിയിൽ ഒരു 5 ക്വസ്റ്റ്യൻ അധികം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 30 ക്വസ്റ്റ്യൻ, 25 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 75 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ 75 × 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഒരു ശരിയുത്തരം, 3 തെറ്റുത്തരം. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസിൽ പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 75 × 4 300ലാണ് നമ്മുടെ സ്കോർ വരിക. ഓക്കെ, അവിടെ +2 മാർക്ക് കൺസിഡർ ചെയ്യൂല. അതായത് അഡ്മിഷന് +2 മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല, മിനിമം മാർക്ക് മതി. ഓക്കെ, ക്വാളിഫിക്കേഷൻ മാർക്ക് മതി. ഇനി അത് JEE മെയിൻസിന്റെ സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് NEET-കളിലേക്ക് അഡ്മിഷൻ നടക്കുക. ഓക്കെ, അതിന് എത്ര സ്കോർ വേണമെന്ന് ചോദിച്ചാൽ 300ൽ അറൌണ്ട് ഒരു 140 എബോ 150 140 എബോ ഒക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ നമ്മുടെ കേരളത്തിലുള്ള NIT-യിൽ കാലിക്കറ്റ് NIT-യിൽ നിങ്ങൾക്ക് അഡ്മിഷൻ മിക്കവാറും കിട്ടും. ഓക്കെ, ഇനി ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ NIT-കളിലും IIT-കളിലും ഈ നിശ്ചിത സീറ്റിന്റെ പുറമെയായിട്ട് ഒരു 20% അധിക സീറ്റ് ഗേൾസിന് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റിലേക്ക് നിങ്ങൾക്ക് ഗേൾസിന് മാത്രം ഉള്ള സീറ്റാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അറൌണ്ട് ഒരു 120 ഒരു 130+ മാർക്കൊക്കെ സ്കോർ ചെയ്താൽ തന്നെ JEE മെയിൻസിന് സ്കോർ ചെയ്താൽ തന്നെ കാലിക്കറ്റ് NIT-ൽ കേരളത്തിലെ കാലിക്കറ്റ് NIT-ൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് അഡ്മിഷൻ കിട്ടാറുണ്ട് സാധാരണ രീതിയിൽ. ഓക്കെ, ഞാനങ്ങനെ സാധാരണ രീതിയിൽ നിന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ ഷിഫ്റ്റിൽ നടക്കുന്ന എക്സാമിനനുസരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പെർസെന്റേജ്, നിങ്ങളുടെ സ്കോർ ഉണ്ടാവുക. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആട്ടും ഒക്കെ ഉണ്ടാവുക. പക്ഷെ സാധാരണ രീതിയിൽ ഈ ഒരു റേഞ്ചിലാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇതാണ് JEE മെയിൻസിനെ കുറിച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, അതൊരു ആവറേജ് ലെവൽ എക്സാം എന്ന് ഞാൻ പറഞ്ഞു. കീമിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് എക്സാം ആണ്. ഓക്കെ, ഇനി ഒരു ഹോട്ട് ലെവൽ എക്സാം ആണ് അടുത്തത്, JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന എക്സാം. അത് JEE മെയിൻസിലൂടെ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള എക്സാം ആണ്. phase 1-ലോ phase 2-ലോ ആയിട്ട് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള എക്സാം ആണ് JEE അഡ്വാൻസ്. അതിന്റെ ബേസിലാണ് IIT-കളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത്. JEE അഡ്വാൻസിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം ഓരോ എക്സാമിനും ഡിഫറെന്റ് പാറ്റേൺ ആണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അതിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ഒരു ശരിയുത്തരം മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, ഒന്നിലധികം ശരിയുത്തരമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ്, അതേപോലെ തന്നെ മെട്രിക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഓപ്ഷൻസ് ഇല്ലാതെ നമുക്ക് ഒരു ഹോൾ നമ്പർ, ഏതെങ്കിലും ഒരു ഹോൾ നമ്പർ ആയിരിക്കും ആൻസർ എന്ന രൂപത്തിലേക്കുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പല കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ഇതിന്റെ എണ്ണം ഓരോ എക്സാമിനും വ്യത്യസ്തപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, എന്നാലും പ്രീവിയസ് ഇയർ ഉള്ള കുറച്ച് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്ന് മാത്രം, ഏതൊക്കെ ടൈപ്പാണ് ചോദിക്കാന്നുള്ളത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഒരു ഹോട്ട് ലെവൽ എക്സാം ആണ്. ഓക്കെ, ഇത് പിന്നെ ഇതിലും അറൌണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു എൻട്രൻസ് എക്സാമുകളെ പോലെ തന്നെ ഫുൾ മാർക്ക് അല്ല, ഒരു പകുതി റേഞ്ചിൽ സ്കോർ തന്നെ നല്ല സ്കോർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, എഞ്ചിനീയറിംഗ് എക്സാമുകളെ പറ്റി പറയാനുള്ളത്. ഇനി ബി ഫാം കോഴ്സുകളിലേക്ക് പിന്നെ ഫാർമസി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ കേരളത്തിൽ അവർക്ക് പിന്നെ KEAM അപ്ലൈ ചെയ്യേണ്ടിയുണ്ട്. KEAM പേപ്പർ 1 മാത്രമാണ് അവർ എഴുതേണ്ടത്, പേപ്പർ 2 എഴുതേണ്ടതില്ല. പേപ്പർ 1-ൽ തന്നെ കെമിസ്ട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുള്ളത് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ, നിങ്ങൾ നല്ല പോലെ പാഷനേറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ടാർഗറ്റിന്റെ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും ഒരു നല്ല വിജയം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. Target Learning App, Kerala's most trusted learning partner.